2 3 സൺസും ഫാദറും എല്ലാം ബിസിനസ്സിൽ ഭയങ്കര തിരക്കായിരിക്കാം. അവർ പല പല ലൊക്കേഷനിലായിരിക്കാം. അപ്പോൾ അവരൊക്കെ ഒന്നിച്ച് കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഇൻഫോർമലായിട്ടൊരു ഡിസ്കഷൻ വളരെ ആ ഫാമിലിയുടെ കെട്ടുറപ്പിന് വളരെ ആവശ്യമാണ്. കുടുംബ ബിസിനസ്സിൽ ഡിന്നർ ടേബിൾ മീറ്റിംഗ് എന്നുള്ള ഒരു വാക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആ ഡിന്നർ ടേബിളിൻ്റെ ആ മീനിങ്ങിനെക്കാളും വലുത് എങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ഇൻഫോർമലായിട്ട് മീറ്റ് ചെയ്യണു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ. അതൊരു ഒരു ടേമാക്കി കൊണ്ടുവന്നിരിക്കുന്നു ഡിന്നർ ടേബിൾ മീറ്റിങ്സ് എന്ന്. വളരെ കറക്റ്റാണ്. ഇത് ഫാമിലി ഇപ്പോൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളതും അല്ലാണ്ടതുമായിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അതിൻ്റെ ഫൗണ്ടറുടെ വൈഫ്, മക്കളുടെ ഇൻലോസ്, അവരുടെ കൊച്ചുമക്കൾ, ഇതെല്ലാവരും ഇൻവോൾവ് ആയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇവരെല്ലാം ഇതൊന്ന് ട്രാൻസ്പെറൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇതുണ്ട്. അതുപോലെ ഇപ്പം 2 3 സൺസും ഫാദറും എല്ലാം ബിസിനസ്സിൽ ഭയങ്കര തിരക്കായിരിക്കാം. അവർ പല പല ലൊക്കേഷനിലായിരിക്കാം. അപ്പോൾ അവരൊക്കെ ഒന്നിച്ച് കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഇൻഫോർമലായിട്ടൊരു ഡിസ്കഷൻ വളരെ ആ ഫാമിലിയുടെ കെട്ടുറപ്പിന് വളരെ ആവശ്യമാണ്. അപ്പോൾ അതൊരു ഒന്ന് കോഡീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഒരു ഡിന്നർ ടേബിൾ മീറ്റിങ്സ് എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് കുറച്ച് റൂളുകളുമുണ്ട്. എന്തൊക്കെ ഇൻഫോർമലായിട്ട് ഈ ഡിന്നർ ടേബിൾ മീറ്റിങ്ങിൽ മീറ്റ് ചെയ്യാം, ആരൊക്കെ വേണം, ഇതിന് ഇവരും ഫാമിലി കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഡിന്നർ ടേബിൾ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ആകത്തുക എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ബിസിനസ്സിൻ്റെ പോക്ക്, ബിസിനസ്സിൻ്റെ ചലഞ്ചസ്, ബിസിനസ്സിൽ വന്നിരിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ, നമ്മൾ പുതിയ പുതിയ ഓർഡേഴ്സ്, പുതിയ പുതിയ ഏരിയസിലേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫോർമലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഒരു ഹെൽത്തി പ്രാക്ടീസാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞിരിക്കും, പ്ലസ് മറ്റവർക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മക്കളൊക്കെ പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും. ഇവരൊക്കെ ഈ കഥ കേൾക്കുമ്പോൾ അവരെന്താണോ പഠിച്ചിരിക്കുന്നത് അതും അവരുടെ കോൺട്രിബ്യൂഷൻ ഓൾസോ ക്യാൻ ബി ദിസ് തിങ്. അതൊരു അട്രാക്റ്റ് ചെയ്യണം, ഈ ജനറേഷനെ അട്രാക്റ്റ് ചെയ്യണതിൻ്റെ ഒരു വഴിയും കൂടെ കൂടിയാണത്. പിന്നെ ഇതിൻ്റെ അകത്ത് വളരെ സീരിയസ് ഡിസ്കഷൻസ് ഒരിക്കലും ചെയ്യരുത്. മിനിമം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി ബോർഡിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെയോ ആണ് ആക്കേണ്ടത്. പിന്നെ കൗൺസിൽ എന്ന് പറയുന്നത് ആയിട്ടുള്ള വ്യത്യാസം, കൗൺസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലെയാണ്. അവർക്ക് ഫാമിലി തിരഞ്ഞെടുത്ത മെമ്പേഴ്സാണ് എൻ്റെ അകത്ത്. എൻ്റെ ടോപ്പിലൊരാളുണ്ടാവും, ബാക്കിയുള്ള ഒരാളുണ്ടാവും. അവരുടെ തീരുമാനങ്ങൾ എന്താ ചെയ്യണമെന്ന് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇത് ടോട്ടലി ഇൻഫോർമലാണ്. വാട്ട്സ് അപ്ഡേറ്റ് ആൻഡ് ഇൻഫോം ഫാമിലി മെമ്പേഴ്സ് അബൌട്ട് ദ ഫാമിലി ബിസിനസ് സ്ട്രാറ്റജീസ്, ഡെവലപ്മെൻറ്റ്സ്, ചലഞ്ചസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പീരിയോഡിക്കലായിട്ട് ചെയ്യാന്നുള്ളൊരു ഒരു പർപ്പസോടു കൂടിയാണ് ഇങ്ങനെയൊരു ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് സക്സസ്ഫുൾ ഫാമിലി ബിസിനസ്സിൽ നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ ഈ മീറ്റിങ്ങുകൾ വരുമ്പോൾ വേണമെങ്കിൽ ആ സമയത്തേക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ ഔട്ട്സൈഡ് പ്രൊഫഷണൽസിനെയും വിളിക്കാം. എന്തെങ്കിലും സ്ട്രാറ്റജിക് ഡിസിഷൻസ്, കോൺഫിഡൻഷ്യൽ ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലെവൽ ഹെഡഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഞങ്ങളുടെ ആ സമയത്തേക്ക് വേണ്ടി മാത്രം വിളിച്ചാൽ എല്ലാവർക്കും അവിടെ നിന്നുള്ള ആ ഇൻഫോംഡ് കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇവർ ഏകദേശം ഒരു സീരിയസ് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ പോലും ഒരു ഐഡിയ, ഒരു പോക്ക് ഇതിലേക്ക് ആക്കാൻ പറ്റും.